നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ രൂപയും അതിന്റെ പണിയെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണ്ടേ. കുറച്ച് കാലങ്ങളായിട്ട് ഫേസ്ബുക്ക് ആഡ്സും ഇൻസ്റ്റാഗ്രാം ആഡ്സും ഒക്കെ ട്രൈ ചെയ്തിട്ടും കൺവേർഷൻസ് ഒന്നും നടക്കാത്തവർക്കുള്ള കുറച്ച് ബേസിക് ആഡ് സ്ട്രാറ്റജീസ് അടങ്ങിയിരിക്കുന്ന ഒരു വീഡിയോ ആണിത്. ആദ്യം തന്നെ നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിനെ കുറിച്ച് മനസ്സിലാക്കാം. ഒരു ആഡ് സക്സസ്ഫുൾ ആവണമെങ്കിൽ അത് അതിന്റെ കൃത്യമായിട്ടുള്ള ഓഡിയൻസിലോട്ടേക്ക് എത്തിച്ചേരേണ്ടത് വളരെ പ്രധാനമാണ് എന്നുള്ളത് നമുക്കറിയുന്ന കാര്യമല്ലേ. എന്നാൽ സാധാരണ രീതിയിൽ ന്യൂ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യാതെ കസ്റ്റം ഓഡിയൻസിനെ ഉപയോഗിച്ചുകൊണ്ട് തുടങ്ങി നോക്കൂ. നിങ്ങളുടെ ബ്രാൻഡുമായി ഓൾറെഡി ഇന്ററാക്ട് ചെയ്തിട്ടുള്ള ആളുകളെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുള്ള ആളുകളെയോ മാത്രമല്ല മുമ്പ് ലീഡ് ഫോമുമായി ഇന്ററാക്ട് ചെയ്തിട്ടുള്ളവർ, നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽസിൽ ഇന്ററാക്ട് ചെയ്തിട്ടുള്ളവർ, അങ്ങനെ പല രീതിയിലും ഈ കസ്റ്റം ഓഡിയൻസ് വഴി നമുക്ക് അവരെ ടാർഗറ്റ് ചെയ്ത് അല്ലെങ്കിൽ റീടാർഗറ്റ് ചെയ്തിട്ട് റീടാർഗറ്റിംഗ് ആഡ്സ് റൺ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആവുമ്പോൾ ഒരാൾ നിങ്ങളുടെ പ്രോഡക്റ്റ് ചെക്കൗട്ട് ചെയ്ത ശേഷം വാങ്ങിയിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അവരെ പിന്നീട് അതിനെക്കുറിച്ച് റിമൈൻഡ് ചെയ്യിപ്പിച്ചിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന തീരുമാനത്തിലോട്ടേക്ക് എത്തിപ്പിക്കാനായിട്ട് സാധിക്കും. ഇനി പൊതുവെ വർക്കാവുന്ന കുറച്ച് ആഡ് ഫോർമാറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആളുകളുടെ അറ്റൻഷൻ പിടിച്ച് വാങ്ങിക്കുന്ന തരത്തിലുള്ള ആഡുകളാണ് നമുക്ക് വേണ്ടതെങ്കിൽ കെറോസൽ ആഡ്സ് ആണ് ഒരു നല്ല ഓപ്ഷൻ. കെറോസൽ ആഡ്സ് ആവുമ്പോൾ നമുക്ക് ഒരു ആഡിൽ തന്നെ ഒന്നിൽ കൂടുതൽ ഇമേജുകളോ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ പ്രോഡക്റ്റുകളോ തന്നെ നമുക്ക് ഷോക്കേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല അതൊരു സ്റ്റോറി ബേസ് ലൈൻ പോലെ ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരെ എൻഗേജ്ഡ് ആക്കി ഇരുത്താനും നമുക്ക് പറ്റും. ബേസിക്കലി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ററാക്ട് ചെയ്യുന്ന റീൽസിന്റെ ഒരു സ്റ്റാറ്റിക് വേർഷനാണ് ഈ പറയുന്ന കെറോസൽസ്. പിന്നെ വീഡിയോ ആഡ്സിന്റെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ആദ്യത്തെ 3 സെക്കൻഡ്സിൽ ഒരു ഹുക്ക് ഉണ്ടാക്കിയെടുത്തിട്ട് ആൾക്കാരെ എൻഗേജ്ഡ് ആക്കി ഇരുത്താൻ സാധിച്ചാൽ ഏറ്റവും കൂടുതൽ എൻഗേജ്മെന്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു ഫോർമാറ്റാണ് റീൽസ്. നമ്മുടെ പ്രോഡക്റ്റിനെ കൂടുതൽ ക്വിക്കായും എൻഗേജിംഗ് ആയും ഷോക്കേസ് ചെയ്യിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെയുള്ളത് സ്റ്റോറി ആഡ്സ് ആണ്. സ്റ്റോറി ആഡ്സ് കൂടുതലും ഇമ്മേഴ്സീവ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫോർമാറ്റ് ആണ്. അതുപോലെ തന്നെ സ്റ്റോറി ആഡ്സ് നോക്കുമ്പം അതിലൊരു സ്റ്റോറി എലമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ ആളുകൾക്ക് അവയുമായി ഇന്ററാക്ട് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഇനി നമുക്ക് ഡൈനാമിക് ആഡ്സിനെ കുറിച്ച് നോക്കാം. യൂസേഴ്സ് ഓൾറെഡി സെർച്ച് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് ഏറ്റവും റെലവൻ്റ് ആയിട്ട് തോന്നുന്ന ആഡുകൾ കാണിക്കുന്നതാണ് ഡൈനാമിക് ആഡ്സ്. സത്യം പറഞ്ഞാൽ 24 മണിക്കൂറും യൂസേഴ്സിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഷോപ്പിംഗ് അസിസ്റ്റന്റിനെ പോലെയാണ് ഈ ഡൈനാമിക് ആഡുകൾ വർക്ക് ആവുന്നത്. അവർക്ക് വേണ്ട പ്രൊഡക്റ്റുകൾ കൃത്യമായി അവരുടെ മുമ്പിലോട്ടേക്ക് എത്തിക്കുന്ന ഒരു രീതിയാണിത്. ഇനി ഈ പറയുന്ന ആഡുകളിൽ ഏതൊക്കെ ആഡുകളാണ് ഏറ്റവും നന്നായി വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? അവിടെയാണ് A/B ടെസ്റ്റിങ്ങിന്റെ പ്രസക്തി. അതായത് നിങ്ങളുടെ ഒരു ആഡിന് പലതരം വേർഷനുകൾ ടെസ്റ്റ് ചെയ്ത് അത് ഏത് വേർഷനാണ് കൂടുതൽ നന്നായി പെർഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം. അതാണ് AOB ടെസ്റ്റിംഗ്. ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ആഡിന്റെ ഹെഡ്ലൈനുകൾ, ഇമേജ് എന്നിവ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുമാത്രമല്ല നിങ്ങളുടെ കോൾ ടു ആക്ഷൻ ബട്ടൺ കൂടി ഇതുവഴി നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അതിലൂടെ നിങ്ങളുടെ ഏത് തരം ആഡുകളാണ് ഓഡിയൻസുമായിട്ട് കൂടുതൽ റെസനേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി അത്തരം ആഡുകൾ കൂടുതൽ മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് പറ്റും. അവസാനമായിട്ട് ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ. ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ രൂപയും അതിൻ്റെ പണിയെടുക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണ്ടേ. അവിടെയാണ് ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ നിങ്ങളെ സഹായിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോസ്റ്റ് ക്യാപ് ബിഡിംഗ് ഉപയോഗപ്പെടുത്താം. അങ്ങനെ ഓവർ സ്പെൻഡ് ചെയ്യാതെ മാക്സിമം റിസൾട്ട് കിട്ടുന്ന രീതി നിങ്ങൾക്ക് നിങ്ങളുടെ ആഡുകളിൽ റൺ ചെയ്യാനായിട്ട് പറ്റും. ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മൾക്ക് അധികം വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറക്കാണ്ടത് കാണാൻ വേണ്ടി നോക്കാം. സോ ചുരുക്കി പറഞ്ഞാൽ ഓഡിയൻസ് ടാർഗറ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുക, കറക്റ്റ് ആയിട്ടുള്ള ആഡ് ഫോർമാറ്റുകൾ തിരഞ്ഞെടുക്കുക, ഡൈനാമിക് ആഡുകൾ ട്രൈ ചെയ്യുക, നിങ്ങളുടെ ആഡ്സ് ടെസ്റ്റിങ്ങിന് വിധേയമാക്കുക, അതുപോലെ തന്നെ ബഡ്ജറ്റ് കൃത്യമായി ഉപയോഗപ്പെടുത്തുക. എന്തായാലും ഹൈ കൺവേർട്ടിംഗ് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ആഡുകൾ റൺ ചെയ്യാനുള്ള ബേസിക് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ആണ് ഇതൊക്കെ. ഇതിൽ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയേണ്ട എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. നമ്മൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടുന്നതായിരിക്കും. സോ താങ്ക്സ് ഫോർ ലിസണിങ് ആൻഡ് ഗുഡ് ലക്ക് വിത്ത് യുവർ ആഡ്സ്.